guys, welcome back to my channel. ഇന്ന് ഒരു സാറ്റർഡേ ആണ്. സമയം ഇപ്പോൾ ഏകദേശം 2:15 നമുക്ക് ഇന്ന് വൈകുന്നേരം ഒരു ഡാൻസ് ഷോ കാണാൻ പോകാനുണ്ട്. നമുക്ക് അറിയണ തന്നെ കുറച്ച് ചേച്ചിമാരും പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ കൂടെ ഐഡിയേറ്റ് ചെയ്ത് കൊറിയോഗ്രാഫ് ചെയ്ത ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഫ്രണ്ട്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പോണത്. ഓൾറെഡി ഇവർ 2 സ്ഥലത്ത് ഇക്കൊല്ലം പെർഫോം ചെയ്തു. ഇത് അവരുടെ 3ാമത്തെ പെർഫോമൻസ് ആണ്. അപ്പം കുറേ ബിറ്റ്സ് ആൻഡ് പീസസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഐ എം വെരി എക്സൈറ്റഡ്. ലൈക്ക് വുമൻഹുഡിനെ കുറിച്ചാണ് ആ ഷോ. അപ്പോൾ എന്താണ് ആൻഡ് കേട്ടത് വെച്ചിട്ട് വുമൻഹുഡ് ആൻഡ് നമ്മളെ ഹിന്ദു മിത്തോളജിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് അവർ ഈ ഐഡിയ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമിന് പോയി ഞാൻ റെഡിയായി. എങ്ങനെയൊക്കെ എന്തൊക്കെ ഇട്ടാലും നല്ല തണുപ്പാണ്. ഇന്നാണെങ്കിൽ പോലെ തന്നെ നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ജാക്കറ്റ് ഇടണം. നമുക്ക് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോകാം. എനിക്ക് ഇവിടുന്ന് 2 ബസ്സും ഒരു ട്രെയിനൊക്കെ എടുക്കാനുണ്ട് ഈ ഇവൻ്റ് നടക്കുന്ന ഹാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഒറ്റയ്ക്ക് പോവായതുകൊണ്ട് ചെറിയൊരു ആങ്സൈറ്റി. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. ഇനിയിപ്പോൾ എന്തെങ്കിലും ബസ് മിസ്സാവൊക്കെയാണെന്നുണ്ടെങ്കിലും സമയത്തിലെത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പോരാത്തതിന് ഈ ഇന്ത്യൻ ക്ലോത്ത്സ് ഒക്കെ ഇട്ട് പോകണോണ്ടേ ഈ ആൾക്കാരിങ്ങനെ സ്റ്റെയർ ചെയ്യും. മോശമായിട്ടല്ല, അവർക്ക് ഇതൊരു വെറൈറ്റി കാര്യമല്ലേ, അതുകൊണ്ട് അവരിങ്ങനെ നോക്കും. ചിലരൊക്കെ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ വന്ന് പറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു എന്തൊരു വിയേർഡ് ഫീലിംഗ് ഇന്ന് പോവാൻ. സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മളെ ബസ് വന്നു കേട്ടോ. കുറച്ച് തണുപ്പൊക്കെ കൂടുതലായതുകൊണ്ടാണോന്നറിയില്ല, സിറ്റീൻ്റെ ഉള്ളിൽ പതിവിലും കുറവായിരുന്നു ആൾക്കാർ. അങ്ങനെ ബസ്സും ട്രെയിനൊക്കെ മാറിക്കയറി ഞാൻ ഏകദേശം എത്താനായി. അവസാനത്തെ ബസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും മിസ്സായില്ല ഭാഗ്യത്തിന്. ബസ് ഒരു ഇത്തിരി ലേറ്റായി. അപ്പം ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എത്താൻ ലേറ്റായോ, കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാവോ, എൻ്റെ സീറ്റിന് ബാക്കിലായി പോവോ എന്നൊക്കെ. അങ്ങനെ എൻട്രൻസിൽ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് ഞാൻ ഹാളിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ഹാളിൽ ആരും ഇല്ല കേട്ടോ. കുറച്ച് കുട്ടികളൊക്കെ ഡാൻസ് ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റേജിൻ്റെ മുകളിൽ. പിന്നെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം പ്രോഗ്രാം എല്ലാം തുടങ്ങി. For having us here, Bhakta. She's a devotee of Krishna. She's madly in love with him. Yeah, take him, that's come. Get a taka day. Yeah, take him, that's come. Get a taka dam. Get them, get a taka day. Nadaru, that day. Get a taka dam. Get a taka day. Get a taka dam. Holds Krishna to her chest and stares at his face. நினைப்பதாலே ராதையே ராகார்த்ரயே அவன நிலையே ஜும் ஜும் காரர சோனாச சதுரி ஸ்ரீரங்கத்து. പ്രോഗ്രാം കഴിഞ്ഞിറങ്ങി. പോണതിൻ്റെ മുന്നേ പറഞ്ഞ പോലെ വിമൻഹുഡ് ആയിരുന്നു പ്രോഗ്രാമിൻ്റെ തീം. പകുതിയൊക്കെ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. ബാക്കി ഞാൻ അതിൽ ഇൻവോൾവ് ആയി പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനും വിചാരിച്ചു അവരിത്രയും കഷ്ടപ്പെട്ട് പല പല സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്ത് ഇങ്ങനെ ഇടുന്നത് മോശമാണെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ലൈക്ക് അവരുടെ എഫേർട്ടിനെ വാല്യൂ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചു. പ്രോഗ്രാം ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭയങ്കര അടിപൊളിയായിരുന്നു. അവരെടുത്ത സോങ്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ കൊറിയോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും ലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഓരോ ഇവൻറ്റിനെ കുറിച്ചുള്ള അവരുടെ നറേഷൻ ആണെന്നുണ്ടെങ്കിലും കിടിലം എന്ന് വെച്ചാൽ നാട്ടിലൊക്കെ നമ്മൾ വലിയ വലിയ ഡാൻസേഴ്സിൻ്റെ ഷോ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു പ്രോഗ്രാമായിരുന്നു.
ഒരു ഇമോഷണലി ഭയങ്കര എന്താ അറിയില്ല ഒരു ഭാരം കണ്ടതിന് ശേഷം അപ്പോൾ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പോകുമ്പോഴൊക്കെ ഞാൻ ഇത് തന്നെയായിരുന്നു കേട്ടോ ആലോചിച്ചുകൊണ്ടിരുന്നിരുന്നത്. സത്യം പറഞ്ഞ പ്രോഗ്രാമിന് പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ എനിക്ക്. നിങ്ങൾ ആരെങ്കിലും ഫ്രാങ്ക്ഫർട്ട് ഹൈഡൽബർഗിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷോ ഇനി വരുമ്പോൾ പോയി കാണണേ, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് ബൈ ഫ്രം ശ്രീ.